ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ദിവസത്തിൻ്റെ ആശീർവാദം എല്ലാ അധ്യാപകർക്കും വേണ്ടിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്, പ്രായമായവരുണ്ട്. ഈ നിമിഷങ്ങളിൽ ലോകമെമ്പാടും അധ്യാപന വൃത്തിയിലായിരിക്കുന്ന മക്കളുണ്ട്. അവരെല്ലാവരെയും നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. ഇവര് നേർവഴിയിലൂടെ നയിക്കുമ്പോൾ അത് അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ എല്ലാ അധ്യാപകർക്കും അവർക്ക് ദൈവിക ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പ്രഭാതം മുതൽ സായാഹ്നം വരെയൊക്കെ അനേകം കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യുന്നവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവരുടെ വൈകാരികതയ്ക്ക് സൗഖ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇവർക്ക് നല്ലവണ്ണം പഠിപ്പിക്കാനുള്ള കൃപയുണ്ടാകാൻ, അതോടൊപ്പം തന്നെ ദൈവിക ജ്ഞാനത്തോടെ ഇടപെടുവാൻ, അതോടൊപ്പം കുഞ്ഞുങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി അവർക്ക് വിദ്യ നൽകാൻ തക്ക വിധത്തിൽ കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരനുഭവിക്കുന്ന ഒത്തിരി വിഷമങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഇവരുടേതായ സാമ്പത്തിക ഇഷ്യൂസുകളുണ്ട്. ഒരുപക്ഷെ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. രാവിലെ മുതൽ സായാഹ്നം വരെ അധ്വാനിച്ചെന്ന കാരണം ഒരുപക്ഷെ കുടുംബത്തിൽ സ്വന്തം മക്കളെ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നവരുണ്ട്. അങ്ങനെ നിരവധിയായ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഈ ടീച്ചേഴ്സായിട്ടുള്ള എല്ലാവരെയും ഈശോയെ നിന്റെ സാന്നിധ്യത്തിൽ ആശീർവദിക്കുന്നു. ഈ സാന്നിധ്യം ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുക. എന്നിട്ട് നിങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഭവനത്തിൽ നിന്നിറങ്ങുക. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും സംസർഗവും ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദവും നിങ്ങളോടുകൂടെ ഈ ദിവസക്കാലം മുഴുവൻ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.